ആരാ? ചേട്ടാ, ഞാൻ കുറച്ചാൾ മുമ്പ് ഇവിടെ പ്ലംബിംഗ് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് 1,50,000 രൂപ ആവശ്യം വന്നായിരുന്നു പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി. എൻ്റെ സങ്കടം കണ്ടുകൊണ്ട് അമ്മ കയ്യിലെ വള കൊടുത്തന്നു. ഞാനിത് പണയം വെച്ചിട്ട് കാര്യമൊക്കെ നടത്തി. അമ്മയോട് ഒരു മാസം അവധി പറഞ്ഞിരുന്നു. 1 മാസം കഴിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, 2 മാസം കഴിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ലോൺ വെച്ച് പൈസയൊക്കെ ആയിട്ട് ആ പണയം എടുത്തുകൊണ്ട് പോയി ഞാൻ. അമ്മ എന്ത് ചേട്ടാ? ഈ മോനെ, അമ്മ മരിച്ചു പോയല്ലോ. അയ്യോ, എന്തു പറ്റി? പെട്ടെന്നൊരു ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വന്നു. ഞങ്ങൾ പുറത്തില്ലയോ, അമ്മയും വേലക്കാരും മാത്രമേ ഉള്ളൂ ഇവിടെ. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമോ. ചേട്ടാ, എന്തായാലും അമ്മയില്ലാത്തേക്ക് ചേട്ടൻ്റെ ഇരിക്കട്ടെ. വേണ്ട മോനെ, അമ്മ നന്നല്ലേ, മോൻ്റെ കയ്യിൽ തന്നെ ഇരുന്നുണ്ട്. വെച്ചോ, ചേട്ടനാ പറഞ്ഞത്, വെച്ചോ. അല്ല ചേട്ടാ, ഇത് ചെറുപ്പത്തിലേ ഞങ്ങളുടെ അമ്മ വളരെ ബുദ്ധിമുട്ടി ഞങ്ങളെ വളർത്തി വലുതാക്കിയത്. ഞാനും എൻ്റെ ചേട്ടനും ഗൾഫിൽ പോയാൽ ഈ നില വരെ എത്തിയത്. ഞാൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. അപ്പോൾ അമ്മയ്ക്ക് കമ്മൽ, മാല, വള ഇതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ വീട്ടിൽ വിലക്ക് നിൽക്കുന്ന ആരെങ്കിലും എന്തൊരു അത്യാവശ്യം പറഞ്ഞാൽ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഉടനെ അത് ഊരി കൊടുക്കും. ആരും അത് തിരിച്ചു കൊടുത്തിട്ടുമില്ല, അമ്മയോട് ആരോട് ചോദിച്ചിട്ടുമില്ല. മോൻ ആദ്യമായിട്ട് അതുകൊണ്ട് തിരിച്ചു തരുന്നത്. ചേട്ടന് സന്തോഷമുണ്ട് കേട്ടോ. മോനും അമ്മയുടെ എന്തൊരു അത്യാവശ്യം പറഞ്ഞിട്ടായിരിക്കും അമ്മയെ തന്നത്. ഇത് മോൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അമ്മ തന്നതല്ലേ, അത് ഞാനായിട്ട് വാങ്ങുന്നില്ല. മോൻ്റെ കയ്യിൽ തന്നെ ഇരുന്നുണ്ട്. മോൻ അർഹതപ്പെട്ടതാണ്. എന്നാലും അമ്മ ഒരു നോക്കൊന്ന് കാണാൻ പറ്റിയില്ല. ആ ഒരു വിഷമം എനിക്കുണ്ട്.